ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ പുറത്തേക്ക് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് കമലാമ്മ അവിടേക്ക് വരുന്നത്. കമലാമ്മനെ കാണുമ്പോൾ തന്നെ വേദ കണ്ണൊക്കെ തുടച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് ചോദിക്കും, എന്താ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ ഒന്നും മിണ്ടാന്ന് നിൽക്കുകയാണ്. എനിക്കറിയാം മോൾ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മോളെ വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് വരെ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മകരം ഒന്നല്ലേ, അയ്യപ്പനെ മകരജ്യോതി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാൻ ഇത്രയും ആൾക്കാർ ലക്ഷങ്ങൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് വിക്രം മലയ്ക്ക് പോയി വരുന്നതിന് മുമ്പ് തന്നെ മാഷ് മടങ്ങി വരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദം പറയുന്നുണ്ട്, ശരിയാണ് അമ്മേ, അച്ഛൻ ഉറപ്പായിട്ടും മടങ്ങി വരും, എനിക്കത് ഉറപ്പുണ്ട്, അമ്മ അത് വിശ്വസിച്ചോന്ന് തന്നെ പറയാൻ കേട്ടോ. ആ മോളെ എനിക്ക് ഉറപ്പുണ്ട്, അത് തന്നെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേദന ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ റൂമിൽ ഇരുന്ന് ആലോചിക്കുകയാണ്. വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ വേദയാണെന്നുണ്ടെങ്കിലും അകത്തിരുന്ന് വിക്രമിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കണം. രണ്ടുപേരും പരസ്പരം അയാൾ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത വിക്രമിന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വിക്രം വീണ്ടും നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നീ എന്നെ കൂട്ടി പോകണം, അല്ല ഇപ്പം നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിക്കുന്ന കാര്യം തന്നെ വിക്രമിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ വിക്രം. വേദയാണെന്നുണ്ടെങ്കിലും ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ശ്രീനിവാസൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതുവരെ പോരാൻ കൂട്ടാക്കിയില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കാര്യമൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീജ മുറ്റടിക്കുകയാണ്. മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ദൂരത്തേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഭാഷ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ആ ചൂലിട്ടിട്ട് ഓടി ചെല്ലാണ് ശ്രീജ എന്നിട്ട് അലറി വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയും വിശ്വനും വിക്രമും എല്ലാവരും കൂടെ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ മാഷക്കും ബോധമില്ല. അങ്ങനെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ വിനായകനാണ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടി വന്നിട്ട് നന്ദിനി പറയാണ്, മനുഷ്യ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയട്ടോ. അച്ഛനോ എവിടെയെന്ന് ചോദിക്കേണ്ടത് മുറ്റത്തുണ്ടെന്ന് പറയുമ്പോൾ ഓടി വന്നിട്ട് അയാൾ ഷേവ് ചെയ്ത മുഖത്തോടു കൂടി തന്നെ ഓടി വന്നിട്ട് മാറിക്കടയെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അച്ഛാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ തവണ വിളിക്കുന്നുണ്ട് വിനായകൻ. അങ്ങനെ നീ മാറിക്കാൻ പറഞ്ഞിട്ട് നന്ദിനിയുടെ അടുത്ത് നിന്ന് വേഗം തന്നെ വിനായകൻ അകത്തേക്ക് ഓടി പോവുകയാണ്. വിശ്വനാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ആംബുലൻസുമായിട്ട് വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മാഷ ആംബുലൻസിൽ കയറ്റുകയാണ്. എന്നിട്ട് അമ്മനോട് പറയുന്നത്, അമ്മയെ വിശ്വേട്ടനും കൂടിയിട്ട് ആംബുലൻസിൽ കയറിക്കോ, ഞാനും വേദയും കൂടി ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവുകയാണ്. ഈ സമയത്ത് വിനായകനാണെന്നുണ്ടെങ്കിൽ ഷർട്ടൊക്കെ മാറി വരികയാണെന്നേ അവർ പോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലാതെ നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ ഈ നേരത്ത്? അല്ല ഞാനൊരു ഷർട്ടൊന്നും മാറാൻ പോയത്, പിന്നെ കല്യാണത്തിനല്ലേ പോകുന്നത് എന്ന് നന്ദിനി പറയുകയാണേ. അവർ പോയി ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. അല്ല എന്നാലും അച്ഛൻ ആരായിരിക്കും കൊണ്ടുപോയത് അല്ലേ എന്ന് പറയുകയാണേ. അപ്പോൾ അതെങ്ങനെയായിട്ട് എനിക്കറിയാമെന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിനായകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇങ്ങേരെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇനി അച്ഛനെ കാണാണ്ടായാലും ഇങ്ങേർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണേ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ട് മാഷ ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണേ. ഇത്രയും ദിവസം ഈ പേഷ്യൻറ്റിന് എഴുന്നേൽക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അതായത് കറക്റ്റ് ഡോസിൽ ഉറക്കത്തിൻ്റെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നല്ലൊരു മെഡിക്കൽ ടീം തന്നെ ഇവരെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം അത്യാവശ്യം വേണ്ട കാര്യങ്ങളും മരുന്നുകളും ഒക്കെ ഈ പേഷ്യൻറ്റിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉറക്കത്തിൻ്റെ മരുന്നാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഡോസിൽ കൊടുത്തിട്ടുള്ളൂ, ഓവർ ഡോസ് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വേദ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഡോക്ടർ പറയുകയാണ്, എന്തായാലും പോലീസിൽ ഇൻഫോം ചെയ്യണം, ഇങ്ങനൊരു കേസല്ലേ, പിന്നെ പേഷ്യൻറ്റിനെ കാണാതായതുകൊണ്ട് അതുപോലെ ഇങ്ങനെ ഉറക്കമരുന്നൊക്കെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്യണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വനും പറയുന്നുണ്ട്, ആ സാറേ പോലീസിൽ എന്തായാലും ഇൻഫോം ചെയ്യാം അല്ലേ വേദ എന്ന് ചോദിക്കുമ്പോൾ വേദ എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ കേട്ടിട്ട് വേദ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ കൂടപ്പിറപ്പാണല്ലോ ഈ ചതിയൊക്കെ ചെയ്തതെന്നുള്ളത് ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണം സാറേ, അതെന്തായാലും വേണം, പോലീസിൽ ഇൻഫോം ചെയ്യണം, പോലീസ് വരട്ടെ, എന്തായാലും അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാൻ തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് ആകെ വിഷമാവാണേ. അങ്ങനെ ഡോക്ടർ പോകും കേട്ടോ. ഡോക്ടർ പോയി സമയത്ത് വേദയുടെ ഫോൺ ബെല്ലടിക്കാൻ കേട്ടോ. അപ്പോൾ വേദ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണേ. അത് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ എടുത്തുകൂടെയും ചോദിക്കും. സാരമില്ല, ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്ന് പറയുകയാണേ. അങ്ങനെ വീണ്ടും ബെല്ല് വരുമ്പോൾ വീണ്ടും വേദ കട്ട് ചെയ്യണം. അപ്പോൾ വിക്രമിന് ചെറിയ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങിപ്പോകും. വിക്രം അത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അകത്തേക്ക് പോവുകയും ചെയ്യും.
വേദ നേരെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ 2 തവണ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അതിന് ശേഷം വേദ തിരിച്ച് വിളിക്കും കേട്ടോ. എന്നിട്ട് പറയും, ആഹാ നിൻ്റെ അമ്മായിച്ചൻ വീട്ടിലെത്തിയതിൻ്റെ ഇത് കാരണമാണോ നീ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞ് ശ്രീയേട്ടൻ ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടതോ അത് നിനക്കറിയാലോ, നിൻ്റെ അമ്മായിച്ചൻ വീട്ടിലെത്തിയാലോ, ഇനി ഞങ്ങൾ പറഞ്ഞതനുസരിക്കേണ്ടേ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ എന്താ അച്ഛനെ ചെയ്തതെന്ന് പറയും. എന്ത് ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് നീ ഞങ്ങൾ പറഞ്ഞ കാര്യം അനുസരിച്ചില്ലെങ്കിൽ മാത്രം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്താണ് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അതിനെന്താണ്, പോലീസ് വന്നോട്ടെ, ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. കാരണം നിൻ്റെ പേരിൽ ഞങ്ങളൊരു സിം എടുത്തിട്ടുണ്ട്. ആ സിമ്മിൽ നിന്നാണ് മാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്, പ്രിസ്ക്രൈബൊക്കെ പോയിട്ടുള്ളതൊക്കെ നിൻ്റെ ഫോണിൽ നിന്നാണ്. എല്ലാ തെളിവുകളും നിൻ്റെ ഫോണിൽ തന്നെയാണ്. നീ എവിടെയാണോ ഏത് സ്പോട്ടിലാണോ നിൽക്കുന്നത് ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശരിക്കും വേദന കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്. പിന്നെ നീ എൻ്റെ ഈ ഫോൺ സംഭാഷണം എങ്ങനെ റെക്കോർഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിനും നിനക്ക് നടക്കില്ല. അതും ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും വേദന ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ അമ്മായിച്ച വീട്ടിലെത്തിയില്ലേ, ഇനി നീ പറഞ്ഞതനുസരിക്കുകയെന്ന് പറയുകയാണേ. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റൂല. വിക്രം മലയ്ക്ക് പോയി വരാതെ എനിക്ക് അവിടെ നിന്ന് പോരാനേ പറ്റൂല എന്ന് പറയുകയാണ്. അമ്മയ്ക്കൊരു വഴിപാടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങനെ പോരാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സമയം വേണം. എത്ര സമയം വേണം എനിക്ക് വിക്രം മലയ്ക്ക് പോകുന്നത് വരെയുള്ള സമയം വേണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, ശരി നിനക്ക് അത്രയും സമയം തരാം, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വിക്രം മലയ്ക്ക് പോകുന്നത് വരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നീ എന്തായാലും വിക്രം മലയ്ക്ക് പോയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ സങ്കടത്തോട് കൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖര ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞ്, എന്തായാലും വേദനയോട് നീ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണേ. അച്ഛാ അവളോട് അങ്ങനെ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ശരിയാവൂല എന്ന് പറയുകയാണേ. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റിയല്ലോ. ഇനി അവളെ വീട്ടിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ ശരിയാക്കും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ. ഇനി ദർശനെങ്ങാനും വാക്ക് മാറൂ. എന്ത് വാക്ക് മാറാൻ? അല്ല ഇനിയിപ്പോൾ കല്യാണം വേണ്ട, അവൻ വലിയ ആദർശ പുരുഷനാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വേദമായിട്ടുള്ള കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞാലോ, പിന്നെ എന്താ ആദർശയോടാ, അവനൊരിക്കലും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഒരു ആദർശത്തിൻ്റെ പേരിലൊന്നും അവൻ പിന്മാറില്ല. മാത്രമല്ല 1 വർഷമായിട്ട് വിക്രമിൻ്റെ കൂടെ ജീവിച്ചെങ്കിലും അവർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ദർശനം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കുന്നുണ്ട് വേണ്ട, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണേ. പിന്നെ ഇനിയിപ്പോൾ നമുക്കുള്ളത്, ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ വരികയാണ്. നമുക്ക് വേണ്ടപ്പെട്ട 2 ആൾക്കാർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നുണ്ട്. ഒന്ന് വാസവനും ഒന്ന് ശ്രീനിവാസനും. അപ്പോൾ 2 പേരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണല്ലോ. അപ്പോൾ ഇനി ആ കളി വേണം, ആ രീതിയിൽ വേണം നമുക്ക് കളിക്കാം. ചെറിയൊരു തീപ്പരി ഇട്ട് കൊടുത്താൽ മതി, അത് ആളി കത്തിക്കോളും. ഇനി വേണം നമുക്ക് ദീപ്തിയുടെ ജീവിതവും രക്ഷിക്കാൻ. ദീപ്തിയുടെ ജീവിതം നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മാഷയ്ക്ക് ഇങ്ങനെ കമലാമ്മ ജ്യൂസ് കൊടുക്കുകയാണ്. ഈ സമയത്ത് പോലീസുകാർ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ തന്നെ കമലാമ്മ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ വേണ്ട അവിടെ തന്നെ ഇരുന്നോളാൻ പറയുകയാണ്. അപ്പോൾ എന്താ മാഷ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നത്, അച്ഛൻ സംസാരിക്കാൻ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ താൻ മിണ്ടരുത്, താൻ പുറത്തേക്ക് പോയി നിൽക്ക്, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള മാഷോടാണെന്ന് പറയും കേട്ടോ. മാഷോട് സംസാരിക്കുമ്പോൾ മാഷൊന്നും മിണ്ടൂല കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ സംസാരിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കുറച്ച് ഉറക്കഗുളിയൊക്കെ കൊണ്ടുപോയവർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. ഉറക്കഗുളിയോ? ആരും ഉറക്കഗുളി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി വർത്താനൊക്കെ പറയുകയാണേ. അന്നേരം വേദ പറയുന്നുണ്ട്, സാറ് പോയിട്ട് ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കൂ, അപ്പോൾ സാറിന് മനസ്സിലാകും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ എടുത്തുകൊണ്ട്, മാഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല എന്ന്. അപ്പോഴേക്കും ഡോക്ടർ വരികയാണേ. അങ്ങനെ ഡോക്ടറായിട്ട് പോലീസ് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, എത്ര ദിവസം കാണാണ്ടായാലും അത്രയും ദിവസത്തെ ഓർമ്മകളൊന്നും തന്നെ ഈ പേഷ്യൻറ്റിനില്ല. അത്രയും ചെറിയ രീതിയിലാണെങ്കിലും ഉറക്കഗുളിക കൊടുത്തിട്ട് ഉറക്കി കെടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആളോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ആ കാര്യങ്ങളൊന്നും ആൾക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയും കേട്ടോ. ആ സമയത്ത് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, എന്നാൽ ശരി, ബാക്കിയുള്ളവരുടെ മൊഴിയൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എടുക്കട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രമോല്
പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തിട്ട് മാഷ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വിക്രമാണ് കേട്ടോ താങ്ങി പിടിച്ച്. വിക്രം മാത്രമല്ല വേദയും എല്ലാവരും കൂടി താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. രാത്രിയാകുമ്പോൾ വിക്രം അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, വിക്രം നീ മലയ്ക്ക് പോയി വായോ, എന്നിട്ട് നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം വേദരായ ഒരു അകർച്ച വിക്രമിന് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. വേദം മിണ്ടാണ്ട് പോകുന്ന സമയത്ത് വേദന കൈ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. വലിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ കൈ വിടാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗം പ്രമോല് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തോ ഒരു വീഡിയോ നമ്മുടെ വേദയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നിൻ്റെ ഗുണ്ടാ ഭർത്താവിനെ നീ ഉപേക്ഷിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നീ അവനെ അവൻ്റെ ഈ ഒരു വീഡിയോ നീ കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയാനേ. അപ്പോൾ എന്തോ ഒരു സംഭവം ശ്രീനിവാസനുമായിട്ടുള്ള എന്തോ ഒരു സംഭവം വീഡിയോ ആയിട്ട് ശ്രീകാന്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് വേദയ്ക്ക്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡും പ്രമോവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്